മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് കണ്ണന്റെ സങ്കടത്തിൽ പങ്കുചേരുന്നത് പോലെ തന്നെ അവനെ വേദനിപ്പിക്കുകയും മഹാലക്ഷ്മിയെ കുറിച്ച് ഓരോന്ന് പറയുകയും പിന്നീട് മഹി ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും കണ്ണനെ വിളിക്കരുതെന്നും നിന്നെ പോലൊരു ചതിയെത്തിയെ കണ്ണന്റെ ജീവിതത്തിലേക്ക് ഇനി വേണ്ട എന്നും അവന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയോട് ഫോണിൽ സംസാരിക്കുകയാണ്. ഇതൊക്കെ തന്നെ മഹാലക്ഷ്മി ശരിക്കും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ഒരു തരി പോലും വേദന ഉണ്ടാക്കുന്നില്ല. എന്തായാലും സ്വാതിയോട് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മോളെ നീ നല്ല മുറുകെ പിടിച്ചോളണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ സ്ലിപ്പായി പോവും. കാരണം അവന് നന്നായിട്ട് അറിയാം അവനൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്നും. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ചെയ്തത് ഒരു തെറ്റായിട്ട് ചിലപ്പോൾ കാണാൻ വഴിയില്ല. ഇനി വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് അവളെ ക്ഷണിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും പ്ലാനിങ് അതോടുകൂടിയിട്ട് അവസാനിക്കുമെന്നൊക്കെ സ്വാതിയോട് പറയുന്നു. എന്തായാലും ഈ സമയം സ്വാതിക്കാണെങ്കിൽ ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് മഹി ആവട്ടെ കണ്ണന്റെ അടുത്തേക്ക് പ്രതാപനും മുത്തശ്ശിയും പോയിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മോഹിനിയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മയോട് സംസാരിക്കണം, അമ്മയ്ക്കൊപ്പം കുറച്ചു നേരം ഇരിക്കണമെന്നൊക്കെ എൻ്റെ ഒരുപാട് ആഗ്രഹമാണ്. എന്താ എന്നറിയുന്നില്ല, ഞാനൊരു അമ്മയായതിനു ശേഷം ശരിക്കും അമ്മയെ എനിക്ക് അടുത്ത് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ശത്രുക്കൾ കാരണം കൊണ്ട് അതൊന്നും സാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയത് ആ പ്രതാപനും മുത്തശ്ശിയും കമലേശ്വരത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ കണ്ണേട്ടനെ ഫോണിൽ വിളിച്ചപ്പോൾ അവരെന്നോട് സംസാരിച്ചമ്മയും ഇതുപോലെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, ചില സമയത്ത് അവരുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ മോളെ എനിക്ക് സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പേരക്കുഞ്ഞിനെ മാത്രമാണ് ഓർക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു നാടകം കളിക്കുന്നത് ആ കുഞ്ഞ് സുഖമായിട്ട് ഭൂമിയിലേക്ക് വരണമെന്ന് കരുതിയിട്ടല്ലേ. അത് ഞാനായിട്ട് ഒരിക്കലും തടസ്സം നിൽക്കരുതെന്ന് കരുതി. അതുകൊണ്ട് മാത്രമാണ് അമ്മയും ഈ നാടകത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മോൾക്ക് നല്ലൊരു ആളെയാണ് ഭർത്താവായി കിട്ടിയത്. അതുപോലെ എൻ്റെ മോള് കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണണം. അതിന് അമ്മ എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാണ്. എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് കൊതിയുണ്ട്. ലേഖയുടെ വീട്ടിൽ അവൾ എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നതെങ്കിൽ കൂടിയും എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കണം. അതും അവർ വരുന്നതിന് മുമ്പായിട്ട്. ഈ സമയം മോഹിനി പറയുന്നുണ്ട്, അവരെന്തായാലും ഇങ്ങ് എത്താൻ സമയമായിട്ടുണ്ട്, എന്നാലും മോള് വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. അതിൽ നിന്നും ഇറങ്ങുന്നത് പ്രതാപനും മുത്തശ്ശിയുമാണ്. അവർ നോക്കുമ്പോൾ തന്നെ കാണുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. അയാൾക്കാണെങ്കിൽ അത് സഹിക്കുന്നില്ല. വേഗം തന്നെ അയാൾ അകത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങോട്ട് വരുന്നത്? നിന്നെ ഞാൻ ഫോണിൽ വിളിച്ച് അപമാനിച്ചത് നിനക്ക് അറിയില്ലേ? ദേ നോക്ക്, ഇനി നീ ഈ പടിക്കകത്ത് കയറി പോരുത്. അഥവാ കയറിയാൽ നിന്റെ അമ്മയുടെ ചെകിടായിരിക്കും പൊളിയുക. ഇത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ദേ നിങ്ങൾ ഒരുപാട് അഹങ്കരിക്കരുത്. ഞാനൊരു കാര്യം ഇപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ അതോട് കൂടിയിട്ട് കഴിഞ്ഞു നിങ്ങളുടെ അഹങ്കാരം. എൻ്റെ അമ്മയെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന കാര്യം ഞാൻ കണ്ണേട്ടനോട് പറയും. അനന്തുവേട്ടൻ ഇപ്പോഴും എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലും കൂടിയാണ് അനന്തുവേട്ടൻ. അതുകൊണ്ടേ അനന്തുവേട്ടനോടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊക്കെ ഇപ്പൊ അകത്താണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും വീണ്ടും ഒന്ന് നടുങ്ങുകയാണ്. കാരണം അനന്തു ഇപ്പോഴും മഹാലക്ഷ്മിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ അതൊരു ഭീഷണി തന്നെയാണ്. നിന്റെ കൂടെ അവൻ നിൽക്കും. കാരണം അവന്റെ കുഞ്ഞിനെ എല്ലടി നീ വൈകിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ, അങ്ങനെ തന്നെ കരുതിക്കോ. പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റൊന്നും മാഞ്ഞു പോകാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മയത്തിലൊക്കെ എന്നോട് പെരുമാറണം. എൻ്റെ അമ്മയെ നുള്ളി നോവിച്ചു എന്ന് അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു നിങ്ങളുടെ അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ മോഹിനിയെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയം പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, അവളെ ഏത് തരത്തിലും ഒന്ന് ഒതുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോടാ. ഇതിപ്പോ നമ്മൾ കാരണം കൊണ്ട് നമുക്ക് തന്നെ പാരയാവുകയാണ്. നീ എന്തിനാടാ ആ കണ്ണന്റെ അച്ഛനെ കൊല്ലാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ അന്നത്തെ ആ സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, അതുകൊണ്ടല്ലേ. ഇപ്പോ ഇവൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയോ? അന്ന് അവൾ ഞാഞ്ഞോളുടെ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഇവളെ ഭയന്നേ മതിയാകൂ. കണ്ണന്റെ ജീവിതത്തിൽ നിന്നും പോയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറഞ്ഞ് നടക്കാം. ഇനിയിപ്പോ ഇവള് പറയുന്നതൊന്നും അവൻ വിശ്വസിക്കില്ല. പക്ഷെ അവന്റെ ആ സുഹൃത്ത് അനന്തു, അവനെ കുറച്ച് പേടിക്കണം. അവനൊക്കെ ഏത് വിധനെയും ബാധിച്ച് ജയിക്കുന്ന ആളാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. പിന്നീട് മേഘനാഥനാവട്ടെ തല്ല് കിട്ടി ആകെ പരവേശനായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തോമസ് വൈദ്യന്റെ ചികിത്സ ആവശ്യമാണെന്ന് കരുതി അവനാണെങ്കിൽ ആ ഒരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഈ സമയം തോമസ് വൈദ്യൻ ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് പറ്റിയെന്നോ? ഇവിടെ വരാറുണ്ടല്ലോ ആ മാർക്കോ, അവൻ എന്നെ തല്ലി ചതച്ചു.
നിന്നെ എന്തിനാ അവൻ തല്ലിച്ചതച്ചത്? അതൊന്നും പറയാതിരിക്കണം നല്ലത്. അതെ, നീയേ ഒരുപാട് ദ്രോഹങ്ങളാണല്ലോ കണ്ണനും മഹാലക്ഷ്മിക്കും അതുപോലെ മാർക്കൊക്കെ ചെയ്തത്. ഇപ്പോ മഹാലക്ഷ്മിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ, അറിഞ്ഞല്ലോ. എല്ലാവരും മഹാലക്ഷ്മിയെ തലയിൽ തൂക്കിയിട്ടായിരുന്നു ഇത് നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ എന്തായി? ആ കുട്ടി കണ്ണനോട് ചെയ്തത് വലിയൊരു ദ്രോഹം തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലും ആ കുട്ടി ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. എന്തായാലും അതിനുള്ള ശിക്ഷയായിരിക്കണം കണ്ണന്റെ ജീവിതത്തിൽ നിന്നും ഇപ്പൊ മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോ, ആ, അവളെ എന്തായാലും ശിക്ഷിക്കണം. അവളുടെ കുഞ്ഞ് കണ്ണന്റെ അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവൾക്ക് എങ്ങനെ കണ്ണനെ ചതിക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനും പറയുന്നു. എന്തായാലും വൈദ്യന്റെ ആവശ്യം എനിക്കുണ്ട്. നന്നായി തന്നെ എന്നെ ഒന്ന് ചികിത്സിക്കണം. എനിക്ക് നടക്കാൻ പോലും വയ്യെന്നിങ്ങനെ പറയണം. മേഘനാഥനെ താങ്ങിക്കൊണ്ടാണ് ആ ഗുണ്ട എത്തുന്നത്. അതായത് മേഘനാഥന്റെ അടിയാളൊക്കെ. എന്തായാലും മേഘനാഥനെ ചികിത്സിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. എല്ലാവരും തകർത്ത് അഭിനയിക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.